السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിനെ സ്മരിക്കുന്നത്, ദിക്റുല്ലാഹ്, അതിൻ്റെ മഹത്വവും അതുപോലെ അതുകൊണ്ട് ഒരടിമയ്ക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും എന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്മരിക്കാൻ സാധിക്കുക, ഓർക്കുക എന്നത് മഹത്തായിട്ടുള്ള അനുഗ്രഹമാണ്. അത് മുഖേന അതിൻ്റെ അളവിൻ്റെ തോതനുസരിച്ച് ഒരാൾക്ക് വേറെയും ധാരാളം നിഅമത്തുകൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ദോഷങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഒരാളുടെ ഖൽബിൻ്റെ ഖുവ്വത്ത്, അതുപോലെ അവൻ്റെ കൺകുളിർമ, അവൻ്റെ മനസ്സിൻ്റെ ആസ്വാദനം, സമാധാനം, സന്തോഷം എന്നീ കാര്യങ്ങളൊക്കെ അവൻ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കാൻ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടവരാണ് ഓരോ സത്യവിശ്വാസിയും. അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവുമെല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅ്മാലിക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഖൈറായത് അറിയിച്ചു തരട്ടെയോ? വസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ യജമാനന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. വർഫഉഹ ഫി ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്നത്. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വൽ ഫിദ്ദ, നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. വമിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും, നിങ്ങൾ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി പരസ്പരം പിരടികൾ വെട്ടുന്നതിന്, അഥവാ യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെടുന്നതിന് അതിനേക്കാൾ ഖൈറായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണെന്ന് പറഞ്ഞു. ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യാൻ പറയുന്നിടത്ത് കുറച്ച് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ധാരാളം നിങ്ങൾ ദിക്ർ ചെയ്യണം, അള്ളാഹുവിനെ ഓർക്കണം എന്നാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കണം. അതേപോലെ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാർ. നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള, നമുക്ക് ഉപജീവനം നൽകുന്ന, നമ്മെ മരിപ്പിക്കുന്ന, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നാം ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഏറ്റവും തെളിഞ്ഞ പ്രകാശപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയുള്ളതുപോലെ നമ്മുടെ ഖൽബിനും അതുപോലെ ഒരു അവസ്ഥയുണ്ട്. ഖൽബിനും ഈ ഏതെങ്കിലും വെള്ളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിറം മാറി അത് ഒരു രൂപത്തിലാകുന്നത് പോലെ ഖൽബും ആ ഒരു അവസ്ഥയിലാകും. അതിനെ വീണ്ടും ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങുന്ന, പ്രകാശിക്കുന്ന അതിൻ്റെ യഥാർത്ഥ രൂപത്തിലാകണമെങ്കിൽ ഖൽബിന് ആവശ്യമായിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഖൽബിനെ ഇതുപോലെ മങ്ങിപ്പിക്കുന്ന, അതിൻ്റെ എല്ലാ ഖൈറുകളും ഇല്ലാതാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഗഫ്ലത്തും ദംബും, അഥവാ അശ്രദ്ധയും പാപങ്ങളും. അതിനെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇസ്തിഗ്ഫാറും ദിക്റും.
അള്ളാഹുവിനോട് പാപമോചനം തേടലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കലും. ഇനി അള്ളാഹുവിനെ സ്മരിക്കുക അല്ലെങ്കിൽ ദിക്ർ എന്നുള്ളത് പ്രധാനമായും രണ്ടിനങ്ങളായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ദിക്റു അസ്മാഇ റബ്ബി തബാറക വതആല വസിഫാതിഹി വസ്സനാഉ അലൈഹി ബിഹിമാ. അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകൾ അതിനെ ഓർക്കുകയും അതിനെ പ്രശംസിച്ചുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഇനം ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത്. അത് തന്നെ രണ്ടിനങ്ങളുണ്ട്. ദിക്ർ പ്രധാനമായി രണ്ടിനങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളെ പ്രശംസിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ടുള്ളത്. അത് തന്നെ രണ്ടിനമുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വരുന്നത് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇൻഷാഉ സനാഇ അലൈഹി ബിഹാ മിനദ്ദാക്കിർ, പ്രത്യേകമായ ലഫ്ളുകൾ പറഞ്ഞുകൊണ്ട് ദിക്റുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. നമ്മൾ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതുപോലെയുള്ള ദിക്റുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ ഖബറു അൻ റബ്ബി തആല ബി അഹ്കാമി അസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ പരാമർശിച്ചുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ നാമമാണ് അസ്സമീഅ് അല്ലെങ്കിൽ അൽ ബസീർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഖബർ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ആ രീതിയിൽ അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നതിനാണ് ആ രീതിയിൽ ഓർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അസ്മാഉ സിഫാത്ത് കൊണ്ട് ഓർക്കുന്നതിന് രണ്ടിനമുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ചില കലിമത്തുകൾ കൊണ്ട് പുകഴ്ത്തി വാഴ്ത്തുന്ന രീതി, രണ്ട് അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു അറിയുന്നവനാണ് എന്ന അതുകൊണ്ട് ആ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തെ അറിയിച്ചുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തൽ. ഇനി രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്റു അംരിഹി വനഹിഹി വഅഹ്കാമിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനങ്ങളും അതുപോലെ ദീനിൻ്റെ വിധിവിലക്കുകളുമെല്ലാം ദിക്ർ ചെയ്തുകൊണ്ടുള്ളത് ഓർത്തുകൊണ്ടുള്ളത്. അതും രണ്ടിനമായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ദിക്റുഹു ബിദാലിക ഇഖ്ബാറൻ അൻഹു ബിഅന്നഹു അമറ ബികദാ വനഹിയഹു അൻ കദാ, അതായത് അള്ളാഹു തആല ഇന്ന കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന കാര്യം വിരോധിച്ചിട്ടുണ്ട്, അതിനെ പറയുന്നത്. അപ്പോൾ ഒരു നന്മ കൽപ്പിക്കുന്ന അള്ളാഹു ഇന്ന കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന കാര്യം വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള അള്ളാഹുവിനെ ഓർക്കൽ. അതിൽ രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വേഗം മുന്നിടുക, ആ കൽപ്പന ചെയ്യാൻ വേണ്ടി അവൻ മുന്നിടുക. ഒരു വിരോധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അകന്നു നിൽക്കുക. അങ്ങനെ രണ്ടിനം. ഒന്നുകൂടി പറയാം, ദിക്ർ എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ടിനങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകൾ അതുമായി ബന്ധപ്പെട്ടത്, അതിൽ രണ്ടെണ്ണമുണ്ട്, അതിൻ്റെ താഴെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ആ അസ്മാഉ സിഫാത്തുകൾ അനുസരിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുപോലെയുള്ള വാക്കുകൾ കൊണ്ട് പറയുന്നത്. രണ്ട് ആ വിശേഷണങ്ങളും നാമങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തെ പറഞ്ഞുകൊണ്ട് അള്ളാഹു കാണുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു കേൾക്കുന്നവനാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മിക്കൽ. അതിലൊന്നാമത്തെ ഇനം അള്ളാഹു ഇന്ന കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന കാര്യം വിരോധിച്ചിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഇനം ആ കൽപ്പിച്ച കാര്യങ്ങളെ കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മുന്നിടുന്നതും വിരോധിച്ച കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാകുന്നതും. ഇങ്ങനെ 4 തരമായി, 2 തരത്തിൽ കീഴെ താഴെയായിട്ട് 4 തരം. അഞ്ചാമത്തെ ഒരു തരം എന്ന് പറയുന്നത് ദിക്റു ആലാഇഹി വ ഇൻആമിഹി വ ഇഹ്സാനിഹി, അള്ളാഹു നമുക്ക് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയിട്ടുള്ള ഔദാര്യങ്ങൾ, ഈ കാര്യങ്ങളെ ഓർക്കുക എന്നുള്ളത്. ഇങ്ങനെ 5 തരത്തിലാണ് പ്രധാനമായിട്ടും അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ. ഈ 5 കാര്യത്തിനുള്ളിലാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുക. ഈ 5 കാര്യങ്ങൾ ഇത് നാവ് കൊണ്ട് മാത്രമുള്ളതുണ്ട്, കൽബ് കൊണ്ട് മാത്രമുള്ളതുണ്ട്, നാവും കൽബുമായിട്ടുള്ളതുണ്ട്. ദിക്റിന്റെ ഒരു അടിസ്ഥാന നിയമം നാവും കൽബും ഒരുപോലെയാകുമ്പോഴാണ്. നാവ് കൊണ്ട് എന്താണെന്ന് പറയുന്നത് കൽബിൽ ശ്രദ്ധയോടുകൂടി ആകുമ്പോൾ ആ ദിക്ർ അതിന്റെ പരിപൂർണതയിലെത്തുന്നു. അല്ലെങ്കിൽ നാവ് കൊണ്ട് മാത്രമുള്ള ദിക്റും ദിക്ർ തന്നെയാണ്, പക്ഷെ കൽബിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് അത് പരിപൂർണതയിൽ എത്തുന്നത്. ഇനി ദിക്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ
ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് അൽ-വാബിലുസ് സ്വയ്യിബ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ കിതാബ് ഇമാം നവവി റഹിമഹുള്ളയുടെ അൽ അദ്കാർ എന്ന കിതാബിനെ ഒന്നുകൂടി നല്ല രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള അൽ കലിമുത്ത് സ്വയ്യിബ് എന്നൊരു കിതാബാക്കിയിട്ട് അദ്ദേഹം ക്രോഡീകരിച്ചു. അതിനെ വീണ്ടും ഒരു കുറച്ച് അടിക്കുറിപ്പും ഒരു ആമുഖവും കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ക്രോഡീകരിച്ചതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അൽ വാബിലുസ് സ്വയ്യിബ് എന്ന് പറഞ്ഞ കിതാബ്. ആ വാബിലുസ് സ്വയ്യിബ് എന്നുള്ള കിതാബിന്റെ ആമുഖത്തിൽ, അതിന്റെ ആരംഭത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള ദിക്ർ കൊണ്ടുള്ള ഫവായിദുകൾ, നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 100ഓളം നേട്ടങ്ങളുണ്ട് ദിക്റിന് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കിതാബിൽ 64ഓളം 70-നടുത്ത് ഫവായിദുകൾ അദ്ദേഹം എണ്ണി പറയുകയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഉലമാക്കളുടെ സലഫുകളുടെ അസറുകളും എല്ലാം കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ആ കിതാബിന്റെ ആമുഖത്തിൽ മറ്റൊരു ചർച്ചയുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ ദിക്റാണോ അഫ്ളൽ അഥവാ ദുആ ആണോ അഫ്ളൽ, ദിക്റാണോ അഫ്ളൽ, ദുആ ആണോ അഫ്ളൽ. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ദുആയിനേക്കാളും അഫ്ളലായിട്ടുള്ള കാര്യമാണ് ദിക്ർ എന്നുള്ളത്. രണ്ടിനും അതിൻ്റെതായ സമയം നമ്മൾ കൊടുക്കണം. പക്ഷെ ആ രണ്ടിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ദുആയിനേക്കാൾ അഫ്ളലായിട്ടുള്ള ഒരു കാര്യമാണ് ദിക്ർ. കാരണം ദുആ ചെയ്യുമ്പോൾ തന്നെ ആ ദുആയിൽ ആദ്യത്തിൽ അള്ളാഹുവിനെ പ്രശംസിക്കുന്ന ദിക്റിന്റെ ഇനത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ആ ദുആ ഉത്തരം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സനാഹ് ചെയ്തുകൊണ്ട് അങ്ങനെ തുടങ്ങുന്ന ദുആവും അതുപോലെ തന്നെ അവസാനിപ്പിക്കുന്ന ദുആ ആണ് സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ദുആയിനേക്കാൾ അഫ്ളലാണ് ദിക്ർ എന്ന ചർച്ച ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിക്റാണോ ഖുർആൻ പാരായണമാണോ അഫ്ളൽ എന്നൊരു ചർച്ചയുമുണ്ട്. അതിൽ പറയുന്നത് ദിക്റിനേക്കാൾ അഫ്ളൽ ഖുർആൻ പാരായണമാണ്. ഇത് പറയുമ്പോൾ ഒന്ന് ഒഴിവാക്കണം എന്നല്ല അതിന്റെ ഉദ്ദേശം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എന്നാൽ ഈ രണ്ടെണ്ണം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിൽ പ്രാധാന്യം കൂടുതൽ ഏതിനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിക്റിനേക്കാൾ അഫ്ളലായിട്ടുള്ളതാണ് ഖുർആൻ പാരായണം എന്ന് അതും ഒരു ചർച്ചയുണ്ട്. എന്നിട്ട് ഇത് മൂന്നും, ദിക്റും ഖുർആൻ പാരായണവും ദുആവും ഉൾക്കൊള്ളുന്ന ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് ഇത്രയും വലിയ മഹത്വവും പ്രാധാന്യവും ഉണ്ടായിട്ടുള്ളത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ആ കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചതാണ്. കാരണം നാം ഇന്ന് പറയുന്നത് ആ കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ദിക്ർ കൊണ്ടുള്ള ഫവായിദുകൾ, അതിന്റെ തലക്കെട്ടുകൾ മാത്രം. എന്താണ് ഫവായിദുകൾ, ഏതൊക്കെയാണ് ഫവായിദുകൾ എന്നുള്ളത് 64 തലക്കെട്ടുകൾ മാത്രം വായിച്ച് ഒന്ന് പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ആ കിതാബ് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് അവസരം ലഭിക്കാൻ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഫവായിദുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞതാണ് നാം ഇന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോന്നും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും അതിന്റെ ആശയവും നമുക്ക് സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തേത് ദിക്ർ കൊണ്ടുള്ള ദിക്റിന്റെ ഫായിദയായിട്ട് പറയുന്നു, ഇഹ്ദാഹ അന്നഹു യത്റുദു ശൈത്താൻ വയഖ്മഉഹു വയസ്റുഹു. പിശാചിനെ ആട്ടിയകറ്റും. ദിക്ർ എന്നുള്ളത് പിശാചിനെ നമ്മിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോട്ടക്കകത്ത് ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ഒരാൾ ഒരു കോട്ടക്കകത്ത് രക്ഷ തേടുന്നത് പോലെയാണ് പിശാചിൽ നിന്ന്, മനുഷ്യന്റെ ശത്രുവായിട്ടുള്ള പിശാചിൽ നിന്ന് ഒരാൾ ദിക്ർ ചെയ്യുമ്പോൾ അവൻ രക്ഷപ്പെടുന്നത്. ആ കോട്ട കടന്ന് ശത്രുക്കൾക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തുന്ന, ഈ പറഞ്ഞ ഏത് തരത്തിലാണെങ്കിലും നിലനിർത്തുന്ന ആളുകളെ പിശാചിന് സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. അത് അവന്റെ കോട്ടയാണ്. അത് ആ സത്യവിശ്വാസിയുടെ കോട്ടയാണ്. അത് തകർന്നു പോയാൽ മാത്രമാണ് പിശാചിന് പിന്നെ അവന്റെ മേലെ സ്വാധീനമുണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്തുന്ന ആളുകളിൽ നിന്ന് പിശാച് അകന്നു പോകും എന്നുള്ളത് ഒന്നാമത്തെ ഫായിദയാണ്. രണ്ടാമത്തേത് അന്നഹു യുർളി അർ-റഹ്മാൻ അസ്സ വജൽ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അള്ളാഹു അതിനെ കുറിച്ച് തൃപ്തിപ്പെടുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങേയറ്റം തൃപ്തി ഉണ്ടാകുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനും കാരണമാകുന്ന കാര്യമാണ്. മൂന്നാമത്തേത് അന്നഹു യുസീലുൽ ഹമ്മ വൽ ഗമ്മ അനിൽ ഖൽബ്. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്
ഒരാളുടെ ഖൽബിലുണ്ടാകുന്ന ബേജാറുകൾ, പേടി, ഹമ്മ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തെ കുറിച്ചിട്ടുള്ളത്, ഗമ്മ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ ഉണ്ടാകുന്ന ടെൻഷൻ, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരാളുടെ ഖൽബിനെ ഒഴിവാക്കിയെടുക്കുന്ന കാര്യമാണ് ദിക്ർ. ഖൽബിന് ഒരു തുമഅനീനത്ത് അനുഭവിക്കണം, അത് ഒതുങ്ങിയ ശാന്തമായ അവസ്ഥയിലാകണം എന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ദിക്ർ അല്ലാതെ മറ്റ് എന്ത് കാര്യത്തിന്റെ പിന്നാലെ പോയാലും അത് കിട്ടില്ല. ഖൽബ് ഏറ്റവും സമാധാനം കൊള്ളുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഖൽബിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുള്ളൂ. പല ആളുകളും ഇന്ന് ഈ ഒരു കാലത്ത് പല ആളുകളും ഒന്ന് ഉറങ്ങാൻ സാധിക്കാതെ ഉറങ്ങാൻ വേണ്ടി ഗുളിക കഴിക്കുന്ന ആളുകൾ, മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ, ടെൻഷനുള്ള ആളുകൾ, വെറുതെ പേടി വരുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളും കാണാം. യഥാർത്ഥത്തിൽ അതിനെല്ലാം ഉള്ള പരിഹാരം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് ചിന്തിച്ച് ഓർക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് അന്നഹു യജ്ലിബു ലിൽ ഖൽബി അൽ ഫർഹ വസ്സുറൂറ വൽ ബസ്ത. ഖൽബിന് ഏറ്റവും നല്ല സന്തോഷവും ഏറ്റവും നല്ല പ്രസന്നതയും ഉണ്ടാക്കി തരുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. ഒരാൾ എത്രത്തോളം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുവോ അത്രത്തോളം അവന്റെ ഖൽബ് ഏറ്റവും സന്തോഷം നിറഞ്ഞ അവസ്ഥയും. ഖൽബിന് അങ്ങനെ അവസ്ഥകളുണ്ട്, ഖൽബിന് വ്യത്യസ്തമായ അവസ്ഥയാണ്. ഖൽബ് സന്തോഷിക്കുന്ന അവസ്ഥയുണ്ട്, ഖൽബ് ദുഃഖിക്കുന്ന അവസ്ഥയുണ്ട്, ഖൽബിന് അതുപോലെ പല അവസ്ഥകളുണ്ട്. അതിൽ ഖൽബിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അധികം ദിക്ർ ചെയ്യുമ്പോഴാണ്. അഞ്ചാമത്തേത് അന്നഹു യുഖ്വിൽ ഖൽബ വൽ ബദന. അത് ഖൽബിനെയും ശരീരത്തിനെയും ശക്തിപ്പെടുത്തും. ദിക്റിനെ കുറിച്ച് പല ആളുകൾക്കും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, ഖൽബിന് മാത്രം ശക്തി നൽകുന്ന കാര്യമല്ല ദിക്ർ, ശരീരത്തിനും ഇബാദത്തുകൾക്ക് വേണ്ടി കൂടുതൽ ശക്തിയേകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനും ഫാത്തിമ ബീവിക്കും രാത്രി വീട്ടിൽ പോയിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ർ, രാത്രി കിടന്നുറങ്ങുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് എപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഫാത്തിമ ബീവി ജോലിക്കായിട്ട് സഹായത്തിനായിട്ട് ആളെ വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഇത് ശീലമാക്കിയതിനു ശേഷം പിന്നീട് എൻ്റെ ജോലികൾ എനിക്ക് ഭാരമില്ലാതെ എളുപ്പമാകാൻ തുടങ്ങി എന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള ഖുവ്വത്തിനും എന്ത് വേണം? ദിക്ർ വേണം. നമ്മളെന്നൊന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹുവിനെ നല്ല സ്മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന് ഇബാദത്തുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പ്രത്യേകമായിട്ടൊരു ഉന്മേഷം നമുക്ക് ലഭിക്കും. ആറാമത്തേത് അന്നഹു യുനവ്വിറുൽ വജ്ഹ വൽ ഖൽബ. ഈ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരാളുടെ ഖൽബിനെയും അതുപോലെ തന്നെ അവന്റെ മുഖത്തെയും പ്രകാശിപ്പിക്കും. ഒരു വിശ്വാസിയുടെ മുഖത്ത്, ഒരു മുഅ്മിനിന്റെ മുഖത്ത് പ്രകാശമുണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പകലിൽ പ്രകാശം നൽകും. പാപങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രകാശത്തിൽ നൂറ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബ് പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മുഖത്തും ആ ഒരു പ്രകാശം ആളുകൾക്ക് മുമ്പിൽ അത് കാണാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. അവരുടെ ഖൽബും മുഖവും പ്രകാശിക്കും. ഏഴാമത്തേത് അന്നഹു യജ്ലിബുർ റിസ്ഖ. അത് ഉപജീവനം നേടിത്തരാനുള്ള, ഉപജീവനം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഉപജീവനം ലഭിക്കാനുള്ള കാരണമാണ്. കാരണം നമുക്ക് ഉപജീവനം നൽകുന്നത് നമ്മുടെ റബ്ബാണ്. അള്ളാഹുവാണ് നമുക്ക് ഏത് തരത്തിലുള്ള റിസ്ഖും നൽകുന്നത്. ആ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ റിസ്ഖിൽ അള്ളാഹു വിശാലത നൽകുകയും അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവിനെ പ്രധാന ചിന്തയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അള്ളാഹു ഒരുമിച്ച് കൊടുക്കുകയും അള്ളാഹു റിസ്ഖ് അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. അത് ഒരു കാര്യമാണ്. എട്ടാമത്തേത്, ഇത് എല്ലാം തലക്കെട്ട് മാത്രമാണ്. ഇതിന്റെ കീഴിൽ ഓരോ കാര്യത്തിനെയും വിശദീകരിച്ച് അതിന്റെ ഹദീസുകളും ആയത്തുകളുമായിട്ട് ആ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ആ കിതാബിലുള്ള കാര്യം എന്താണ് എന്ന് ഒരു തവണയെങ്കിലും മുഴുവൻ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ തലക്കെട്ടുകൾ മാത്രം വായിച്ച് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നത്. എട്ടാമത്തേത് അന്നഹു യക്സു അദ്ദാകിറ അൽ മഹാബത വൽ ഹലാവത വൻ നദ്റത. അല്ലാഹുവിനെ സ്മരിക്കുന്ന ആൾക്ക്
അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ, ബാക്കിയുള്ള ആളുകൾ നോക്കുമ്പോൾ അയാൾക്കൊരു ഗാംഭീര്യം, ഒരു വഖാറത്ത് അല്ലാഹു ഇട്ടുകൊടുക്കും. ഒരു പ്രകാശമുള്ളതുപോലെ തന്നെ അയാളെ കാണുമ്പോൾ അയാളിൽ ഒരു ഗാംഭീര്യം, ഒരു വഖാറത്ത് അല്ലാഹു തആല മറ്റുള്ളവരെ കണ്ണിൽ ഇട്ടുകൊടുക്കും. അയാളെ കാണുമ്പോൾ അവർക്ക് ഒരു ബഹുമാനം അവരുടെ ഉള്ളിൽ നിന്ന് തോന്നും, അവർക്കൊരു ഗാംഭീര്യമുള്ളതായിട്ട് തോന്നുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കും. ഒമ്പതാമത്തേത് അന്നഹു യുവരിസുഹു അൽ മഹബ്ബത അല്ലതി ഹിയ റൂഹുൽ ഇസ്ലാം. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ കാരണമാകും, അല്ലാഹുവിന്റെ ഇഷ്ടം നേടാനും അത് കാരണമാകും. അത് റൂഹുൽ ഇസ്ലാമാണ്. ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനോടുള്ള ഹബ്ബ് എന്നുള്ളത്. അതിന്റെ മേലെയാണ് ഏതൊരു കാര്യവും നിലനിൽക്കുന്നത്. അപ്പോ ആരാണോ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് അവന്റെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിറഞ്ഞിട്ടുണ്ടാവും. അത് കാരണത്താൽ അവനോടുള്ള ഇഷ്ടം അള്ളാഹുവിനും ഉണ്ടാകും. കാരണം നമ്മൾ ഏതൊരു കാര്യത്തെയാണോ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മക്കൾ പറയാറുണ്ട്, മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു. ആരെങ്കിലും ഒരു കാര്യത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അതിനെ ഏറ്റവും കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കും. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യം എന്താണ്? നമ്മുടെ കച്ചവടമാണോ, നമ്മുടെ മക്കളാണോ, നമ്മുടെ ഭാര്യമാരാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണോ, അതോ അള്ളാഹു ആണോ? നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണോ അതിനെ നമ്മൾ ഏറ്റവും ഓർത്തുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുന്നത് മുഖേന അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ കാരണമാകും, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനും കാരണമാകും. പത്താമത്തേത് അന്നഹു യുവജ്ലിസുഹു അൽ മുറാഖബത ഹത്താ യുദ്ഖിലഹു ഫി ബാബിൽ ഇഹ്സാൻ. അവന് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരാൾക്ക് മുറാഖബത്ത്, അള്ളാഹു തന്നെ കാണുന്നുണ്ട്, അള്ളാഹു തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ എപ്പോഴും ജീവിക്കാൻ സാധിക്കും. അള്ളാഹുവിനെ മറന്നു പോകുന്നവരാണ് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് പാപങ്ങളിൽ വീഴുന്നത്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് അവനെപ്പോഴും എന്ത് ഓർമ്മ ഉണ്ടാകും? അള്ളാഹു അവനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടാകും. അള്ളാഹു ചോദിച്ച പോലെ അലം യഅലം ബി അന്ന അല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്ന്? അപ്പോൾ ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവും. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എത്തിച്ചേരുന്നത് എവിടെയാണ്? അവനെ പ്രവേശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവൻ പ്രവേശിക്കുന്ന ഏതിലാണ്? അള്ളാഹു അവനെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവനെ പ്രവേശിക്കുന്നത് ഇഹ്സാനിന്റെ ദർജയിലാണ്. അതായത് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ദീനിൽ എത്തിച്ചേരാവുന്ന ഉന്നതമായ പദവിയാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ വഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാ. നീ അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. നീ അള്ളാഹുവിനെ കാണുന്നെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഇഹ്സാനിന് 3 ദർജകളുണ്ട്. ഇഹ്സാനിന്റെ അകത്ത് 3 സ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് മുറാഖബത്ത് എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹു എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ള ബോധം. അതിന്റെ മേലെ അൽ ഹയാ, അള്ളാഹുവിനോടുള്ള ലജ്ജ. അതിന്റെ മേലെ അൽ ഉൻസ്, അള്ളാഹുവിനോടുള്ള അടുത്ത ബന്ധം. അപ്പോ ഈ ദിക്ർ ചെയ്യുന്നവന് തീർച്ചയായിട്ടും മുറാഖബത്ത് ഉണ്ടാവും. പിന്നെ അവൻ എത്തിച്ചേരുക ദീനിന്റെ ഉന്നതമായ ഇഹ്സാനിന്റെ മർത്തബയിലാണ്. 11ാമത്തെ കാര്യം അന്നഹു യുവരിസുഹു അൽ ഇനാബത വഹിയ റുജൂഉ ഇലല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് ഇനാബത്ത് ചെയ്യാൻ സാധിക്കും. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ തൗബ, അതുപോലെ അമലുസ് സാലിഹാത്ത്, തൗബ ചെയ്ത് മടങ്ങുകയും പിന്നെ ധാരാളം സൽക്കർമ്മങ്ങളും ചെയ്യുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. ആ രീതിയിൽ തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങലാണ്, സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് മടങ്ങുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഗഫലത്തിന്റെ സമയത്ത് പാപം സംഭവിച്ചു പോയാലും അതിൽ നിന്ന് തിരിച്ചു വന്ന് അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാൻ, ഇനാബത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കും. അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകൾക്ക് അതിന് സാധിക്കില്ല. കാരണം അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാപം സംഭവിച്ചു പോയി കഴിഞ്ഞാലും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അതിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കണം എന്ന് അവർക്കറിയില്ല. ഇൽമുള്ളവരുടെയും ഇൽമില്ലാത്തവരുടെയും വ്യത്യാസം പറയുന്നിടത്ത്, ഇൽമിന്റെ ഫള് പറയുന്നിടത്ത് മിഫ്താഹു ദാരിസ് സആദ എന്ന കിതാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇൽമുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാപം സംഭവിച്ചു പോയാൽ അവർക്കറിയാം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് അവർക്ക് അറിയുന്നുണ്ടാവും. ഒരു ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം അതവർക്കറിയില്ല. ജാഹിലിനെ സംബന്ധിച്ചിടത്തോളം പാപം സംഭവിച്ചു പോയാൽ എങ്ങനെയാണ് ഞാൻ ഇതിന്റെ അനന്തര ഫലത്തിൽ രക്ഷപ്പെടുക, ഈ പാപം എങ്ങനെയാണ് മായ്ക്കാൻ, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിവുണ്ടാവില്ല. ഇൽമിന്റെ ഫളായി പറയുന്ന. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കും.
12-ാമത്തേത് അന്നഹു യുവജിസുഹു അൽ ഖുർബ മിൻഹു, അള്ളാഹുവിനോടുള്ള സാമീപ്യം നേടിത്തരും. എത്രത്തോളമാണോ അള്ളാഹുവിനെ ഓർക്കുന്നത് അത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള സാമീപ്യം അവന് ലഭിക്കും. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അറിയപ്പെട്ട ഒരു കാര്യമാണത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണോ ഒരാൾ അള്ളാഹു ഓർക്കുന്നത്, അള്ളാഹു തആല പറഞ്ഞു ഉദ്കുർനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കി ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പോൾ അള്ളാഹു അൽ ജസാഉ മിൻ ജിൻസിൽ അമല, അള്ളാഹുവിനെ ഒരാൾ എത്രയാണോ ഓർക്കുന്നത് അവൻ അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അമലുണ്ടാവില്ല. കാരണം ദിക്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദിക്ർ ബാക്കിയുള്ള ഈ അമലുകളെക്കാളെല്ലാം ദിക്റിന് ഈ ഫള് വരാനുള്ള കാരണമായിട്ട് ഉലമാക്കൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കരിക്കാൻ ചില ആളുകൾക്ക് ചിലപ്പോൾ രാത്രി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കാൻ സാധിച്ചോളുന്നില്ല. ചില ആളുകൾക്ക് നോമ്പ് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഭക്ഷണം ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. ചില ആൾക്ക് സമ്പത്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഓരോ ഇബാദത്തുകൾക്കും ജിഹാദിന് പോകാൻ ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. രോഗിയായി കിടക്കുന്ന ആൾക്ക് പറ്റും, സമ്പത്തില്ലാത്തവന് പറ്റും, സമ്പത്തുള്ളവന് പറ്റും, ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും പറ്റും. ഏതൊരാൾക്കും പറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്. അതൊരാൾക്ക് തടയപ്പെടുന്നുവെങ്കിൽ, നഷ്ടപ്പെടുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ നഷ്ടം പറ്റിയവൻ. അവന് വലിയ നഷ്ടമാണ്. ഒരിക്കലും ദിക്ർ എന്ന് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരാളുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. ബാക്കിയുള്ള ഇബാദത്തിനൊക്കെ മറ്റു പല കാരണങ്ങളും അതിനു വേണ്ടി വരും. പക്ഷെ ദിക്ർ ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് നേടിത്തരും. അള്ളാഹുവിന്റെ സാമീപ്യം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുക എന്നുള്ളത്. 13-ാമത്തേത് അന്നഹു യഫ്തഹു ലഹു ബാബൻ അദീമൻ മിൻ അബ്വാബിൽ മഅരിഫ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് അവർക്ക് തുറക്കപ്പെടുന്ന ഒരു കവാടം അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. അള്ളാഹുവിനെ ധാരാളമായി അറിയാനുള്ള ഒരു കവാടം അവൻ തുറന്നു കൊടുക്കും. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് അവർക്ക് വിശാലമായി കൊടുക്കും. അതായത് എത്രത്തോളമാണോ നമ്മുടെ തഖ്വ വർദ്ധിക്കുന്നത്, അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഅരിഫത്ത് വർദ്ധിപ്പിച്ചു തരിക. ഇപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് റിയാദുസ് സാലിഹീന്റെ ഷർഹിൽ അതിന്റെ ബാബു തഖ്വയുടെ ബാബു വിശദീകരിക്കുന്നിടത്ത് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ തഖ്വ എത്രത്തോളമാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന് ഖുർആനിൽ നിന്നുള്ള ഫഹ്മ് ലഭിക്കുക. ഒരു ആയത്ത്, ചിലപ്പോൾ ആ ആയത്തിൽ നിന്ന് ഒരാൾക്ക് 10 കാര്യങ്ങൾ അതിന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് 3 കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവന്റെ ഫഹ്മും ഫിഖ്ഹും വർദ്ധിക്കുന്നത് അവൻ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരുടെ അടയാളമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ മനസ്സിലാക്കാൻ, ആ രീതിയിൽ ഒരു മഅരിഫത്തിന്റെ ഒരു ബാബ് അവന് വേണ്ടി അള്ളാഹു തആല തുറന്നു കൊടുക്കും, അവന് വേണ്ടി തുറക്കപ്പെടും. 14-ാമത്തേത് അന്നഹു യുവരിസുഹു അൽ ഹൈബത ലിറബ്ബിഹി അസ്സ വജല്ല വഇജ്ലാലഹു, ദിക്ർ ചെയ്യുന്നവന് അള്ളാഹുവിനോടുള്ള ഗാംഭീര്യം വർദ്ധിക്കും. അള്ളാഹു നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ച പോലെ ഖൗമിനോട് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം കണക്കാക്കാത്തത്? അള്ളാഹു നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യം, ഒരു ഹൈബത്ത് ഉണ്ട്. അത് വർദ്ധിക്കും അള്ളാഹുവിനെ ഓർക്കുന്നത് മുഖേന. അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന, നാവുകൊണ്ടും കൽബുകൊണ്ടും എല്ലാം ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുക്കാൻ സാധിക്കും. സലഫുകൾ പറയാറില്ലേ പാപം ചെയ്യുന്നതിനെ പറ്റിയിട്ട്, ലാ തംബുർ ഇലാ സിഗരിദ്ദം, നീ ചെയ്യുന്ന പാപത്തിന്റെ നിസാരതയിലേക്ക് നോക്കണ്ട, ഉംബുർ ഇലാ അദമതി മൻ അസൈത, നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൈബത്ത് വർദ്ധിക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ സഹായകമാകും. 5-ാമത്തേത് അന്നഹു യുവജ്ജിസുഹു ദിക്റല്ലാഹി തആല ലഹു കമാ ഖാല തആല ഫദ്കുറൂനി അദ്കുർക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അള്ളാഹുവിനെ ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു ആ അടിമയെയും ഓർക്കും. നമ്മൾ അള്ളാഹുവിനെ ഇപ്പോൾ ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ പറ്റി പറയുകയാണ്, അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? ഇതിനേക്കാൾ നല്ല ഉന്നതമായ മലക്കുകളുടെ സദസ്സിൽ വെച്ച് നമ്മെ പറ്റി അള്ളാഹു പരാമർശിക്കും, അള്ളാഹു നമ്മെ കുറിച്ച് ഓർക്കും.
അള്ളാഹുവിനെ എത്രയാണോ നമ്മൾ ഓർക്കുന്നത് അത്രത്തോളം അള്ളാഹു നമ്മെക്കുറിച്ച് ഓർക്കും. അള്ളാഹു നമ്മെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഭൗതികമായിട്ട് ഒരു ഉന്നതമായ സ്ഥാനത്തുള്ള ഒരാള്, ഉദാഹരണം ഒന്ന് വിചാരിക്കുക. ഇപ്പോ ഒരു വലിയ പണ്ഡിതൻ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ ഈ സദസ്സിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഈ സദസ്സിൽ വന്നിട്ട് ഇരുന്നിട്ട് നമ്മളെ പേര് വിളിച്ചിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ പേര് വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറയാണ്, ഇത് എനിക്കറിയുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്താണ് എന്ന നിലയ്ക്ക് പ്രത്യേകം പേരെടുത്ത് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്തിട്ടുള്ള ആ മലക്കുകളുടെ മുമ്പിൽ വെച്ച് അള്ളാഹു നമ്മെ പറ്റി പരാമർശിക്കുന്നത്, നമ്മുടെ പേര് പറയുന്നത് എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ എത്ര ഓർക്കുന്നുവോ 7 ആകാശത്തിന് മുകളിൽ ആകാശലോകത്ത് അള്ളാഹു തആല നമ്മെക്കുറിച്ച് ഓർക്കും, മലക്കുകളുടെ മുമ്പിൽ നമ്മെക്കുറിച്ച് പരാമർശിക്കും. 16-ാമത്തേത് അന്നഹു യുവരിസു ഹയാത്തൽ ഖൽബ്, ഖൽബിന്റെ ജീവൻ ഒരാൾക്ക് ഉണ്ടാക്കി തരും, ഖൽബിനുള്ള ജീവൻ നിലനിർത്തി തരും. അതായത് ദിക്റില്ലാത്ത ഖൽബ് എന്ന് പറഞ്ഞാൽ അത് മയ്യിത്തായ ഖൽബാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവനുള്ള ഖൽബും മയ്യിത്തായ ഖൽബും അല്ലെങ്കിൽ ഒരു മയ്യിത്തും ഒരു ജീവനുള്ള ആളും തമ്മിലുള്ള വ്യത്യാസമാണ് അള്ളാഹുവിനെ ഓർക്കുന്നതും ഓർക്കാതിരിക്കുന്നതും. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഖൽബിൽ ജീവൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ സ്മരണ നഷ്ടപ്പെടുമ്പോൾ അത് ഖൽബിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു ഉപമ പറഞ്ഞു നോക്കൂ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന എത്രത്തോളം ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീനിനെ ആ മീനിന്റെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മീൻ എങ്ങനെയായിരിക്കും? കിടന്ന് പടയും, അതിന് ഒരു സമാധാനമോ ഒരു രക്ഷയില്ലാതെ ഭയങ്കര അസ്വസ്ഥമാവും. അതുപോലെയാണ് ആ മീനിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതിനേക്കാൾ ആവശ്യമാണ് ഒരാളുടെ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ സ്മരണ ഇല്ലാതാകുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഖൽബിൽ അറിയാൻ സാധിക്കണം. അത് അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ഖൽബിന് എന്തില്ല? ജീവനില്ല എന്നർത്ഥം. മയ്യത്തിനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടത് അറിയില്ലല്ലോ. ഒരാളെ മേത്ത് എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞിട്ട് അതിന് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവൻ ഉണ്ട് എന്നർത്ഥം. അപ്പൊ അത് നമുക്ക് അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ഖൽബിന്റെ ജീവൻ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹയാത്തുൽ ഖൽബ് ഈ ദിക്ർ കൊണ്ട് നേടാൻ സാധിക്കും. 17-ാമത്തേത് അന്നഹു ഖുവ്വത്തുൽ ഖൽബി വറൂഹ്, ദിക്ർ എന്നുള്ളതാണ് ഖൽബിന്റെ ശക്തിയും അതിന്റെ ആത്മാവും എന്നുള്ളത്. ഖൽബിന് ശക്തിയും ദൃഢതയും, ഖൽബ് ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഏതൊരു പരീക്ഷണം വരുമ്പോഴും ഖൽബ് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായിരിക്കണം. 18-ാമത്തേത് അന്നഹു യുവരിസു ജലാഅൽ ഖൽബി മിൻ സദഇഹി, ഖൽബിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പാത്രം വെള്ളിയോ മറ്റുകൊണ്ടുള്ള പാത്രങ്ങളെല്ലാം കുറെ കാലങ്ങൾക്ക് ശേഷം ക്ലാവ് പിടിക്കാതൊക്കെ നിറം മങ്ങിപ്പോകുന്നത് പോലെ ഖൽബിന് ആ അവസ്ഥയുള്ളതിൽ നിന്ന് അതിനെ ശുദ്ധമാക്കിയെടുക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന, പ്രകാശിക്കുന്ന അവസ്ഥയിലേക്ക് ആക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ വർദ്ധിക്കുന്നതനുസരിച്ച് ഖൽബിന്റെ ഈ അവസ്ഥയും വർദ്ധിക്കും. 19-ാമത്തേത് അന്നഹു യുഹിത്തുൽ ഖതായ വയുദ്ഹിബുഹ ഫഇന്നഹു മിൻ അഅ്ളമിൽ ഹസനാത്ത് വൽ ഹസനാത്തു യുദ്ഹിബുന സയ്യിആത്ത്, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് പാപങ്ങളെ ഒഴിവാക്കി തരും, അതിനെ മായ്ച്ചു കളയും. പാപങ്ങളെ ഇല്ലാതാക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കാരണമാകും. കാരണം അത് ഏറ്റവും വലിയ ഹസനത്താണ്, നന്മയാണ്. തീർച്ചയായിട്ടും നന്മ തിന്മയെ മായ്ച്ചു കളയും. ഇപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ഒരു തിന്മ ചെയ്താൽ നീ നന്മ കൊണ്ട് തുടർത്തണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്മയിൽപ്പെട്ടതാണോ? അപ്പോൾ പറഞ്ഞു അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഓരോ ദിക്റിനും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ, ഇല്ലാതാക്കാൻ അതൊരു കാരണമായി തീരും. ഓരോ ദിക്റും, ഇസ്തിഗ്ഫാർ ആവട്ടെ അല്ലാതുള്ള ദിക്റുകളാവട്ടെ, ആ പാപത്തിനെ ഇല്ലാതാക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 20-ാമത്തെ അന്നഹു യുസീലുൽ വഹ്ശത ബൈനൽ അബ്ദി വബൈന റബ്ബിഹി തബാറക വതആല, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അവൻ അനുഭവിക്കുന്ന ഒരു ഏകാന്തത അത് ദിക്ർ കൊണ്ട് ഒഴിവായി കിട്ടും. വഹ്ശത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുമായിട്ടൊരു ബന്ധം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനും ദിക്റും ഇബാദത്തിന് ഉന്മേഷവും താല്പര്യവും അള്ളാഹുവിനുമായിട്ടൊരു ബന്ധമുള്ള പോലെ തോന്നും. ചില സമയത്ത് നമ്മളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കും, അള്ളാഹുമായിട്ടൊരു ബന്ധം കിട്ടാത്ത ഒറ്റപ്പെടൽ.
അപ്പൊ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ, ആ ഒറ്റപ്പെടൽ ഒഴിവാക്കണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ഓർക്കുന്നവർക്കാണ് ആ വഹ്ശത്ത് ഒഴിവായി കിട്ടുകയുള്ളൂ. 21-ാമത്തേത് അന്നമാ يذكر به العبد ربه عز وجل من جلاله وتسبيحه وتحميده يذكر بصاحبه عند الشدة. എത്രത്തോളമാണോ തസ്ബീഹ് കൊണ്ടും മറ്റുള്ള ദിക്റുകൾ കൊണ്ടും എല്ലാം അള്ളാഹുവിനെ ഒരാൾ ഓർക്കുന്നത്, അടിമ ഓർക്കുന്നത്, അവന്റെ ഞെരുക്കമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ കുറിച്ചും ഓർക്കും. അപ്പൊ എത്രത്തോളം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്രത്തോളം നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അള്ളാഹു നമ്മെ ഓർക്കാൻ നമ്മുടെ ദിക്ർ കാരണമാകും. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്തതും പറയുന്നത്. അടുത്തത് വരുന്നത് ഇന്നൽ അബ്ദ ഇദാ തഅഫ ഇല അല്ലാഹി തആല ബിദിക്രിഹി ഫി റഖാഇ അറഫഹു ഫി ഷിദ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ അയാളുടെ സൗഖ്യത്തിൽ ഓർക്കുകയാണ് എങ്കിൽ, നല്ല അവസ്ഥയിൽ, നല്ല എല്ലാ ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ ഒരാൾ ഓർക്കുകയാണെങ്കിൽ അവന് ഞെരുക്കമുണ്ടാകുന്ന അവസ്ഥകളിൽ അള്ളാഹു അവനെ കുറിച്ച് ഓർക്കും. അവന് ഇതിൽ ഉലമാക്കൾ പറയുന്നത് ഏറ്റവും ഒരു അടിമ ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥ അവന്റെ മരണസമയത്തായിരിക്കും. ആ മരണസമയത്ത് അവനെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ അവന്റെ സൗഖ്യമുള്ള സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം. അതിന് ഉപമയായിട്ട് പറയുന്ന കാര്യമാണ് ഫിർഔനിന്റെയും അതുപോലെ തന്നെ ദുന്നൂൻ, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം. ഫിർഔൻ ആ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ചോദിച്ചു, ഇപ്പോഴാണ് നീ വിശ്വസിക്കുന്നത്? മുമ്പൊക്കെ നീ നിഷേധിച്ച് ജീവിച്ചതല്ലേ? പക്ഷെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നത് എന്താണ്? ഇതിനു മുമ്പ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഞാൻ അവനെ രക്ഷിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ സൗഖ്യമുള്ള സമയത്ത് അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഞെരുക്കമുണ്ടാകുന്ന സമയത്ത് അള്ളാഹു നമ്മെ കുറിച്ച് ഓർക്കും. 23-ാമത്തേത് അന്നഹു മുൻജാത് മിൻ അദാബില്ലാഹി തആല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന, നമുക്ക് രക്ഷാമാർഗമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിനെ എത്ര ഓർക്കാൻ സാധിക്കുന്നുവോ അവന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതൊരു കാരണമായി മാറും. 24-ാമത്തേത് അന്നഹു സബബു നുസൂലി സക്കീന വഗ്ശിയാനു റഹ്മ വഹഫൂഫുൽ മലായികതി ബിദ്ദാകിർ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ, ഒരു മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദിൽ ആളുകൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയും അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ അവിടെ സക്കീനത്ത് ഇറങ്ങും. അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്തിന് സമാധാനം എന്ന് പറയാം, പക്ഷെ അതിനേക്കാൾ ആഴത്തുള്ള ഒരു വാക്കാണ് സമാധാനം ഇറങ്ങും. അതുപോലെ തന്നെ കാരുണ്യം കൊണ്ട് അവരെ ചുറ്റിപ്പൊതിയും. അതുപോലെ മലക്കുകൾ അവർക്ക് ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളുടെ പ്രത്യേകതയാണ്. 25-ാമത്തേത് അന്നഹു സബബു ഇസ്തിഗാലിൽ ലിസാനി അനിൽ ഗൈബ വന്നമീമ വൽകദിബ് വൽഫഹ്ഷ് വൽബാതിൽ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ഗീബത്ത്, നമീമത്ത്, അതുപോലെ ഏഷണി, പരദൂഷണം, മ്ലേച്ഛമായ സംസാരങ്ങൾ, കളവ്, അതിൽ നിന്നെല്ലാം നാവിനെ സംരക്ഷിക്കും. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും സൃഷ്ടിക്കപ്പെട്ടൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ചെയ്യുമ്പോഴാണ് അത് ബാക്കിയുള്ളതിൽ നിന്ന് തടയുക. ഇപ്പൊ നാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, ആ കാര്യങ്ങൾ. അതിൽ നിന്നൊരാൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ കയറുക? അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഗീബത്ത്, നമീമത്ത്. ഖൽബിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും തൗഹീദ് ഉൾക്കൊള്ളാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ശിർക്കും കുഫ്റാണ് അവിടെ കയറുക. അപ്പോൾ ഒരാൾ ദിക്ർ നാവ് കൊണ്ട് അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള ഗീബത്ത്, നമീമത്ത് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അവന്റെ നാവ് ഒഴിവാകും. അവൻ ആ നാവ് അതിലേക്ക് പിന്നെ പോകില്ല. അതിനൊരു സംരക്ഷണം ലഭിക്കാൻ കാരണമാകും. ഇമാം സഅദി റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞേ കാണാം, ഇത് മാത്രം മതി ദിക്ർ കൊണ്ടുള്ളൊരു നേട്ടമായിട്ട്. ബാക്കിയുള്ളൊന്നും ഇല്ലെങ്കിൽ കൂടി അവന്റെ നാവ് സുരക്ഷിതമാക്കപ്പെടും എന്നുള്ളത് മാത്രം മതി. കാരണം ഏറ്റവും ആളുകൾ നരകത്ത് പോകാൻ കാരണമാകുന്ന ഒരു കാര്യം എന്താ? നാവാണ്. നാവ് കൊണ്ടുള്ള തെറ്റാണ്. അത് സംരക്ഷിക്കപ്പെടാൻ ദിക്ർ കാരണമാകും. 26-ാമത്തേത് അന്ന മജാലിസ ദിക്രി മജാലിസുൽ മലായിക വമജാലിസുൽ ലഗ്ബ് വൽ ഗഫ്ല മജാലിസുൽ ശൈത്താൻ. ദിക്റിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സദസ്സാണ്. അശ്രദ്ധയുടെയും മറ്റ് അനാവശ്യ സംസാരങ്ങളുടെയും സദസ്സ് എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടേതുമാണ്. അഥവാ അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിൽ മലക്കുകൾ സന്നിഹിതരാകും എന്ന് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ ദിക്ർ ചെയ്യുന്ന സദസ്സ് മലക്കുകളുടെ സദസ്സുകളാണ്. 27-ാമത്തേത് അന്നഹു യുഅ്മനുൽ അബ്ദു മിനൽ ഹസ്റതി യൗമൽ ഖിയാമ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്
അന്ത്യനാളിൽ അവന് ഖേദത്തിൽ നിന്ന് സംരക്ഷണമേകാൻ കാരണമാകുന്ന ഒരു കാര്യമാകും. കാരണം അള്ളാഹുവിനെ സ്മരിക്കാത്തവർ തീർച്ചയായിട്ടും നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഓർക്കാതെ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് ഖേദിക്കും. ദുനിയാവിലുള്ള സമയത്തിൽ അള്ളാഹുവിനെ ഓർക്കാതെ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് നാളെ പരലോകത്ത് അവർ ഖേദിക്കും. പക്ഷെ അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക് ആ ഖേദത്തിൽ നിന്ന് രക്ഷപ്പെടാം. 28-ാമത്തേത് അന്നൽ ഇസ്തിഗാല ബിഹി സബബുൻ ലിഅതാഇല്ലാഹി ലിദ്ദാകിർ അഫ്ള മാ യുഅതി അസ്സായിലീൻ. ദിക്ർ കൊണ്ട് മുഴുകുക എന്നുള്ളത് അള്ളാഹുവിനോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കാരണമാകും. സനദിൽ ചില കുഴപ്പങ്ങൾ ഒരു ഹദീസിന്റെ ആശയമാണിത്. പക്ഷെ അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. ദുആവും ദിക്റും പറ്റി പറയുമ്പോൾ ഒരാൾ ഒരു കാര്യം അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുക. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ ചോദിക്കുന്നുണ്ട്, അതിനോടൊപ്പം ദിക്ർ കൂടുതലായി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ചോദിക്കുന്ന ആൾക്ക് നൽകപ്പെടുന്നതിനേക്കാൾ അഫ്ളലായ നിലക്ക് ഈ ദിക്ർ അധികരിപ്പിച്ച ആൾക്ക് ലഭിക്കും എന്നത്. അത് ദുആഇന്റെ ഇനത്തിൽപ്പെട്ട ദുആ രണ്ട് തരത്തിൽ ഒരാൾക്ക് ദുആ ചെയ്യാം. ഒന്ന് ദുആൽ മസ്അല, ഒരു കാര്യം എന്താണോ അത് ചോദിച്ച് അങ്ങനെ ചോദിക്കുക തൊലബിന്റെ രൂപത്തിൽ. അതേപോലെ തന്നെ ഖബർ പറഞ്ഞുകൊണ്ട് എന്താണ് ആവശ്യം എന്ന് ചോദിക്കാതെ അള്ളാഹുവിനോട് തേടാം. ഉദാഹരണം പറഞ്ഞാൽ യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ ദുആയിൽ എവിടെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള വാക്കുണ്ടോ? എന്താ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ് ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. ഇതിൽ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് അതാണ് ആവശ്യം. പക്ഷെ അതൊരു ദിക്റിന്റെ രൂപത്തിൽ പറഞ്ഞിട്ട് ആ ദിക്റിന്റെ ശ്രേഷ്ഠത എന്താണ്? അതുകൊണ്ട് ഇന്നും ഒരു മുഅ്മിൻ അവന്റെ ആവശ്യം ഈ ലഫ്ളുകൾ കൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണെങ്കിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു ദുആ ആണ്. അപ്പോ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഒരാൾ അവന്റെ ആവശ്യം ചോദിച്ചു നേടുന്നതിനേക്കാൾ അധികമായിട്ട് അല്ലാഹു തആല കാര്യങ്ങൾ നൽകും. 29-ാമത്തേത് അന്നഹു ഐസറുൽ ഇബാദാത്ത് വഹുവ മിൻ അജല്ലിഹാ വഅഫ്ളലിഹാ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇബാദത്തുകൾ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണത്. ഇബാദത്തിൽ വിക്ർ ചെയ്യുക എന്നുള്ളത് എത്ര എളുപ്പമുള്ള കാര്യമാണ്, എന്നാൽ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാര്യവും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ട് വാക്കുകൾ. പക്ഷേ അതിനെപ്പറ്റി പറഞ്ഞ എന്താണ്? സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത്. അപ്പോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യവും അപ്പോൾ പ്രതിഫലത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ വിക്ർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് അതൊരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ നഷ്ടം പറ്റിയവൻ തന്നെയാണ്. കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ കച്ചവട സ്ഥലത്താവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താവട്ടെ, പിന്നെ മ്ലേച്ഛമായ സ്ഥലത്തല്ലാത്ത ഏതൊരു സാഹചര്യത്തിലും അല്ലെങ്കിൽ മ്ലേച്ഛമായ ഒരു ജനാപത്തുകാർ അങ്ങനെ ഒരു അവസ്ഥയിലല്ലാതെ അഥവാ അങ്ങനത്തെ ഒരു ഘട്ടങ്ങളിലല്ലാത്ത സന്ദർഭങ്ങളിൽ എവിടെ വേണമെങ്കിലും പിന്നെ അവൻ എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ഈ നല്ല കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം, എളുപ്പമുള്ള കാര്യമാണ്. 30-ാമത്തേത് അന്നൽ അതാ വൽ ഫദ്ല അല്ലദീ റത്തബ അലൈഹി ലം യുറത്തിബ് അലാ ഗൈരിഹി മിനൽ അഅ്മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതയും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളും മറ്റ് ഏത് അമലിന് പറഞ്ഞതിനേക്കാളും മഹത്തരമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിൽ ദാനധർമ്മത്തിനേക്കാളും യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠത ഈ ദിക്റിന് പറയാനുള്ള കാരണം മറ്റെന്തിനേക്കാളും ഇതിനൊരു ഫദ്ല് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. 31-ാമത്തെ ഒരു ഫായിദ അന്ന ദവാമ الذിക്രി റബ്ബി തബാറക വതആല യൂജിബുൽ അമാന മിൻ നിസ്യാനിഹി അല്ലദീ ഹുവ സബബു ശിഖാഇൽ അബ്ദി ഫീ മആശിഹി വമആദിഹി. അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത് അല്ലാഹു ആ അടിമയെ മറക്കുന്നതിൽ നിന്ന് അവന് രക്ഷയേകുന്ന കാര്യമാണ്. അല്ലാഹു ഒരു അടിമയുടെ കാര്യം നോക്കാതെ അപ്പോൾ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ കാര്യത്തെ അപ്പം അള്ളാഹുവിനെ അവൻ മറക്കുന്നതിനെ തൊട്ട് അവൻ എന്ത് ചെയ്യും? അവന് രക്ഷയേകുന്ന സംരക്ഷണമേകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കൽ നിലനിർത്തുക എന്നുള്ളത്. സ്ഥിരമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് നമുക്ക് എന്തെന്ന് രക്ഷയേകും? അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയിൽ രക്ഷയേകും. അള്ളാഹുവിനെ ഒരു അടിമ മറന്നു കഴിഞ്ഞാൽ അതാണ് അവന്റെ എല്ലാ ദൗർഭാഗ്യത്തിനും കാരണം. അവന് പിന്നെ അവന്റെ സ്വന്തത്തിന് ഉപകാരമായിട്ടുള്ള ഒരു കാര്യം പോലും അവന് ചെയ്യാൻ സാധിക്കില്ല, അവനറിയാൻ സാധിക്കില്ല. ആ അവസ്ഥയിലെത്തും. അള്ളാഹുവിനെ ഓർക്കുന്നത് അതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും. 32-ാമത്തെ ഒരു ഫായിദ അന്നഹു ലൈസ ഫിൽ അഅമാലി ശൈഉൻ യഅമൽ ഔഖാത്ത് വൽ അഹ്വാൽ മിസ്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ടൊരു സമയമോ പ്രത്യേകമായിട്ടൊരു സ്ഥലമോ നിശ്ചയിക്കാതെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് എന്ത്? ദിക്ർ എന്നുള്ളത്.
എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ് ദിക്ർ എന്നുള്ളത്. 33-ാമത്തേത് അന്ന ദിക്റ നൂറുൽ ലിദ്ദാകിരി ഫി ദുനിയ, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ള ദുനിയാവിൽ ആ സ്മരിക്കുന്നവനൊരു പ്രകാശമാണ്. വനൂറുൻ ലഹു ഫി ഖബ്രിഹി, അവന്റെ ഖബറിൽ അവനൊരു പ്രകാശമാണ്. വനൂറുൻ ലഹു ഫി മആദിഹി, അവന്റെ പരലോകത്ത് അവനൊരു പ്രകാശമാണ്. യസ്ആ ബൈന യദൈഹി അല സിറാത്ത്, ആ പ്രകാശം നാളെ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ചുറ്റും ആ പ്രകാശമുണ്ടാകും. അപ്പൊ ഏത് ദുനിയാവിലും പരലോകത്തിലും ഏത് ഘട്ടത്തിലും ഒരു നൂറായിക്കൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. 34-ാമത്തേത് അന്ന ദിക്റ റഅ്സുൽ ഉമൂർ ഫമൻ ഫത്ഹ ലഹു ഫീഹി ഫഖദ് ഫത്ഹ ലഹു ബാബ അദ്ദുഖൂലി അല അല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിന്റെയും പ്രധാനപ്പെട്ടത്. അതൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്താനുള്ള എല്ലാ കവാടങ്ങളും തുറന്നു കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ഏത് ജിഹാദാണ് ഏറ്റവും അഅ്ളമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് നോമ്പാണ് ഏറ്റവും അഅ്ളമായിട്ടുള്ളത്, ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ലില്ലാഹി ദിക്റ, അതിൽ ഏറ്റവും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. പിന്നെ നിസ്കാരവും സ്വതക്കയും എല്ലാം ചോദിച്ചു, അതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ലില്ലാഹി ദിക്റ. ഉലമാക്കൾ പറയുന്നുണ്ട് എല്ലാ ഇബാദത്തുകളും നമുക്ക് നിർണയിച്ചിട്ടുള്ളത്, നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ നിർണയിച്ചിട്ടുള്ളത്, അതിന്റെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം ലിഇഖാമത്തി ദിക്രില്ലാ, അള്ളാഹുവിനെ ഓർക്കുന്നത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. 5 വക്ത നിസ്കാരമാവട്ടെ, റമദാനിലെ നോമ്പാവട്ടെ, ജിഹാദാവട്ടെ, ഹജ്ജാവട്ടെ, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളെ പറ്റിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് തവാഫും സഅയും റംലും ഒക്കെ പിന്നെ വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് അതെന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. 35-ാമത്തേത് അന്ന ഫിൽ ഖൽബി ഖല്ലത്തുൻ വഫാഖത്തുൻ ലാ യസുദ്ദുഹാ ശൈഉൻ അൽബത്ത ഇല്ലാ ദിക്റുല്ലാഹി അസ്സ വജൽ. ഖൽബിന് അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലും ഒരു നഷ്ടവുമുണ്ട്. ആ നഷ്ടം പരിഹരിക്കണമെങ്കിൽ, അത് തിരിച്ചു ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അത് അഥവാ നഷ്ടമില്ലാത്തൊരവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, അത് അള്ളാഹുവിനെ ഓർക്കലാണ്. അതുകൊണ്ടല്ലാതെ ആ ഖൽബിന് ആ സമാധാനം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത ലഭിക്കുകയില്ല. 36-ാമത്തേത് അന്ന ദിക്റ യജ്മഉൽ മുതഫർരിഖ് വയുഫർരിഖുൽ മുജ്തമി'. ഖൽബ് എന്നുള്ളത് ചിന്നിച്ചിതറിയിക്കുന്ന കാര്യങ്ങളെ ഒരുമിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നതിനെ ചിന്നിച്ചിതറയാക്കുന്ന അവസ്ഥയിലുമാക്കും. അത് വിശദീകരിക്കുന്നുണ്ട്. വയുഖർരിബുൽ ബഈദ വയുബഇദുൽ ഖരീബ്, ദൂരെയുള്ളതിനെ അടുത്താക്കുന്നതും അടുത്തുള്ളതിനെ ദൂരെയാക്കുന്ന കാര്യവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫയജ്മഉ മാ തഫറഖ അലൽ അബ്ദി മിൻ ഖൽബിഹി ബിഇറാദതിഹി, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഒരടിമയുടെ ഖൽബിൽ അവന്റെ ഉദ്ദേശത്തെ, അവന്റെ ചിന്തകളെ, വഹുമൂമിഹി വഅസൂമിഹി, അവന്റെ ചിന്തകളെ, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ എല്ലാം ആ ദിക്ർ എന്നുള്ളത് ഒരുമിപ്പിക്കും. അതുപോലെ തന്നെ അവന്റെ ദുഃഖങ്ങൾ, അവന്റെ ബേജാറുകൾ, അതുപോലെ അവന്റെ ഖൽബിൽ ഒരു കാര്യം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അതിനെയെല്ലാം ഇല്ലാതാക്കി അതിനെ ഒഴിവാക്കാനും അത് സഹായകമാകും. അതുപോലെ അവന്റെ പരലോകം, അവനോട് പരലോകം ദൂരെയാണ്, ആ പരലോകത്തിനെ കുറിച്ചുള്ള ചിന്ത അവന് അടുപ്പിക്കും. അതുപോലെ ദുനിയാവിനോടുള്ള ഇഷ്ടവും താല്പര്യങ്ങളും അവനിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഒരുമിച്ചിട്ട് ചിന്നിച്ചിതറിയ കാര്യങ്ങൾ ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശങ്ങൾ, അവന്റെ തീരുമാനങ്ങൾ, അവനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന അവസ്ഥയിൽ അവന്റെ കാര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കും. ഒരുമിച്ച് കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കും എന്ന് പറഞ്ഞാൽ അവന്റെ പേടിയും ടെൻഷനും ആയിട്ട് കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കും. ദൂരെയുള്ളതിനെ അടുത്താക്കുമെന്ന് പറഞ്ഞാൽ പരലോകത്തിനെ അവൻ ഏറ്റവും അടുത്ത് എപ്പോഴും പരലോകത്തെ ചിന്തിക്കാനും അതിലേക്ക് അടുക്കാനും സാധിക്കും. എടുത്തുള്ളതിനെ ദൂരെയാക്കുമെന്ന് പറഞ്ഞാൽ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകളെ അവനിൽ നിന്ന് അകറ്റി ദൂരെയാക്കുകയും ചെയ്യും. 37-ാമത്തേത് അന്ന ദിക്റ യുനബ്ബിഹുൽ ഖൽബ മിൻ നൗമിഹി വയൂഖിദുഹു മിൻ സബാതിഹി, ഖൽബിനെ അതിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും അതിനെപ്പോഴും ഗഫലത്തിൽ നിന്ന് ശ്രദ്ധ കൊടുക്കുന്ന അവസ്ഥയിൽ ആക്കുകയും ചെയ്യും. 38-ാമത്തേത് അന്ന ദിക്റ ഷജറത്തുൻ തസ്മറുൽ മആരിഫ് വൽ അഹ്വാൽ അല്ലതി ശമ്മറ ഇലൈഹ സാലികൂൻ. നേരത്തെ പറഞ്ഞതാണ് ദിക്ർ എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അതുപോലെ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് മുന്നിട്ടുള്ള ആളുകൾ കടന്നു പോയിട്ടുള്ള ആ മാർഗത്തിലേക്ക് ഒരാളെ എത്തിക്കുന്നതാണ്, അതിന്റെ വിഭവം അനുഭവിക്കാൻ സാധിക്കും. 39-ാമത്തേത് അന്ന ദാകിറ ഖരീബും മിൻ മദ്കൂരിഹി വമദ്കൂറുഹു മഅഹു. ഒരാൾ എന്തിനെയാണോ ഓർക്കുന്നത് അവൻ അതിലേക്ക് അടുത്തവനായിരിക്കും.
അതുപോലെ ഓർക്കപ്പെടുന്ന എന്താണോ അത് അവനോടൊപ്പമുള്ള അവസ്ഥ ഉണ്ടാവും. മഅയ്യത്ത് ലഭിക്കും, അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കും. وهذه المعية معية خاصة غير معية العلم والإحاطة العامة فهي معية بالقرب والولاية والمحبة والنصرة والتوفيق. അതായത് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ടാവും. അത് എല്ലാ ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ട്. മഅയ്യത്തുൻ ആമുണ്ട്, അഥവാ ഏതൊരു കാഫിറാണെങ്കിലും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും അള്ളാഹു അവൻ്റെ ഒപ്പം ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളോടൊപ്പം അവന് പ്രത്യേകം സഹായം നൽകിക്കൊണ്ട്, അവന് വലായത്ത് നൽകിക്കൊണ്ട്, അവനോടുള്ള ഇഷ്ടമുണ്ടായിക്കൊണ്ട് അള്ളാഹു അവനോടൊപ്പം ഉണ്ടാകും. മഅയ്യത്തുൻ ഖാസ് ലഭിക്കാൻ അള്ളാഹുവിനെ ഓർക്കുന്നത് കാരണമാകും. 40-ാമത്തേത് അന്ന الذِّكْرَ يَعْدِلُ عِتْقَ الرِّقَابِ وَنَفْقَةَ الْأَمْوَالِ وَالضَّرْبَ بِالسَّيْفِ فِي سَبِيلِ اللَّهِ عَزَّ وَجَلَّ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അടിമയെ മോചിപ്പിക്കുന്നതിനും സമ്പത്ത് ചെലവഴിക്കുന്നതിനും അതുപോലെ ശത്രുവുമായിട്ട് വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനും ഒപ്പമെത്തുന്ന അത്രയും പ്രതിഫലം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. 41-ാമത്തെ അന്ന الذِّكْرَ رَأْسُ الشُّكْرِ فَمَا شَكَرَ اللَّهُ تَعَالَى مَنْ لَمْ يَذْكُرْهُ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ശുക്ർ, അള്ളാഹു നന്ദി കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിക്കുന്നില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ദിക്റും ശുക്റും. ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ദിക്റിൽ പെട്ടു. ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, അത് ശുക്റിലും പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന കാരണങ്ങളാണ്. ഇപ്പോൾ തൗഹീദുൽ ഇൽമി എന്നുള്ളത് ദിക്റിന് പറയുന്നതാണ്, തൗഹീദുൽ അമലി എന്ന് പറയുന്നത് ശുക്റിന് പറയുന്നതാണ്. അപ്പൊ ശുക്ർ അഥവാ തൗഹീദുൽ അമലി, ഒരാൾ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുമ്പോഴാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാത്തവൻ ഒരിക്കലും അള്ളാഹുവിന് നന്ദി കാണിച്ചവനാവുകയില്ല. 42-ാമത്തേത് അന്ന അക്രമൽ ഖൽഖി അലല്ലാഹി തആല മിനൽ മുത്തഖീൻ മൻ ലാ യസാലു ലിസാനുഹു റതബൻ ബിദിക്രിഹി. അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഏറ്റവും അള്ളാഹു ആദരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നാവിൽ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവ് നനഞ്ഞിട്ടുള്ള ആളുകളാണ്. നാവിൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു ഏറ്റവും ഇക്റാം ചെയ്യുന്ന അവന്റെ അടിമകൾ. 43-ാമത്തേത് അന്ന ഫിൽ ഖൽബി ഖസ്വത്തുൻ ലാ യുദീബുഹാ ഇല്ലാ ദിക്റുല്ലാഹി തആല. ഖൽബിനൊരു ഖസ്വത്ത് ബാധിക്കാനുണ്ട്, ഖൽബിനെ ബാധിക്കുന്ന ഒരു കാഠിന്യമുണ്ട്. ആ കാഠിന്യത്തെ ലയിപ്പിച്ച് കളയണമെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടല്ലാതെ സാധിക്കൂല. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് സങ്കടം പറഞ്ഞു, എന്റെ കൽബിന് ഖസ്വത്ത് ബാധിച്ചായി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞ കാര്യമാണ്, അതിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നീ ലയിപ്പിച്ച് കളയുക, അതിനെ ഉരുക്കി കളയുക എന്ന് പറഞ്ഞത്. അപ്പൊ ഖസ്വത്ത് മാറണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വേണം. ഖുർആനിലെ ആയത്ത് കൊണ്ടൊക്കെ അത് അറിയപ്പെട്ട കാര്യമാണ്. 44-ാമത്തേത് അന്ന ദിക്റ ശിഫാഉൽ ഖൽബി വദവാഉഹു വൽ ഗഫ്ലതു മർദുഹു. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് കൽബിന്റെ ഷിഫാ ആണ്, കൽബിനുള്ള മരുന്നാണ്. കൽബിനെ ബാധിക്കുന്ന ഏതൊരു രോഗത്തിനുമുള്ള, അത് ശുഭത്താവട്ടെ ശഹ്വത്താവട്ടെ, അതിനുള്ള ഒരു മരുന്നാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. എന്നാൽ അശ്രദ്ധമായി പോവുക എന്നുള്ളത് ഗഫ്ലത്ത്, കൽബിന്റെ രോഗമാണ്. 45-ാമത്തേത് അന്ന ദിക്റ അസ്ലു മുവാലാത്തില്ലാഹി അസ്സ വജൽ വറഅസുഹാ വൽ ഗഫ്ലതു അസ്ലു മുആദാതിഹി വറഅസിഹാ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കാനുള്ള അടിസ്ഥാന കാരണം. ഒരാൾക്ക് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കാൻ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവൻ ഏറ്റവും അധികം അള്ളാഹുവിനെ ഓർക്കുന്നവനാവുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് ഫർളും നഫ്ലും ചെയ്യുള്ളൂ, അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യുള്ളൂ. അപ്പൊ എത്രത്തോളം അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിക്കുന്നുവോ അത് അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കാൻ കാരണമാകും. ആ ദിക്ർ ഇല്ലാത്ത അവസ്ഥയാകുന്നത് അള്ളാഹുവിൽ നിന്ന് നഷ്ടപ്പെടാൻ, അള്ളാഹുവിന്റെ നിന്നുള്ള കോപത്തിനാണ് കാരണമാവുക. 47-ാമത്തേത് അന്നഹു യൂജിബു സ്വലാത്തുല്ലാഹി അസ്സ വജൽ വമലായികതിഹി അല ദാക്കിർ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും അതുപോലെ മലക്കുകളുടെയും സ്വലാത്തിന് കാരണമാകും. ഹദീസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ പറ്റി മലക്കുകളെ പരാമർശിക്കും. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ
അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യും. അത് ദിക്ർ കൊണ്ട് ലഭിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ്. 48 അന്ന മൻ ശാഅ അയസ്കുന റിയാദുൽ ജന്ന ഫി ദുനിയ ഫൽയസ്തൗതിൻ മജാലിസ് ദിക്ർ ഫഇന്നഹാ റിയാദുൽ ജന്ന. ആർക്കെങ്കിലും സ്വർഗത്തിലെ പൂന്തോപ്പിൽ ദുനിയാവിൽ തങ്ങണമെന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ ആകണമെന്നുണ്ടെങ്കിൽ അവർ ദിക്റിന്റെ സദസ്സുകളിൽ, അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന അങ്ങനെയുള്ള സദസ്സുകളിൽ അവർ ഇരിക്കട്ടെ. കാരണം അത് ദുനിയാവിലെ സ്വർഗമാണ്, ദിക്റിന്റെ ഫضലിൽപ്പെട്ട കാര്യമാണ്. 49 അന്ന മജാലിസ് ദിക്ർ മജാലിസുൽ മലായിക ലൈസ ലഹും മജാലിസുൻ ഇല്ലാ ഹിയ. നേരത്തെ പറഞ്ഞ ദിക്റിന്റെ മജ്ലിസ് മലക്കുകളുടെ മജ്ലിസാണ് എന്നുള്ളത്. 50 അന്ന അല്ലാഹു അസ്സ വജൽ യുബാഹി ബിദ്ദാകിരീന മലായികതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമ കൊള്ളും. അടിമകൾ അള്ളാഹുവിനെ ഓർക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ സദസ്സുകൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഓർക്കുന്ന അടിമകളെ പറ്റി മലക്കുകളുടെ അടുക്കൽ അള്ളാഹു പറയും, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്ക്, അവരെന്താ ചെയ്യുന്നത് നോക്ക്, അവരെന്നെ ഓർക്കുന്നുണ്ട്, അവരെന്നെ ദിക്ർ ചെയ്യുന്നു എന്ന് അള്ളാഹു തആല മലക്കുകളുടെ അടുക്കൽ പെരുമ കൊണ്ട് പറയും എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. 51 കാര്യം അന്ന ഇദാമത്തെ ദിക്രി തനൂബ് അനി തതവ്വുആത്ത് വതഖൂം മഖാമഹ സവാഅൻ കാനത് ബദനിയതൻ ഔ മാലിയതൻ ഔ ബദനിയതൻ മാലിയതൻ. ബാക്കിയുള്ള അമലുകളുടെ സ്ഥാനത്ത് പകരമായി നിൽക്കാനുള്ള ഒരു പകരക്കാരനാകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്താവട്ടെ, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്താവട്ടെ, അത് രണ്ടും ഉൾക്കൊള്ളുന്ന കാര്യമാവട്ടെ, അതിന് പകരമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്, ദിക്ർ ചെയ്യുക എന്നുള്ളത്. കാരണം ധാരാളം ഹദീസുകൾ പറഞ്ഞു, ബാക്കിയുള്ള അമലുകളെക്കാൾ ഇതിനൊരു ഫضല് വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ആർക്കെങ്കിലും ചില അമലുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചില സഹാബികൾ വന്ന് പറഞ്ഞു, സമ്പത്തുള്ള ആളുകൾ അവർ ഞങ്ങളെ മുൻകടന്നു, അവർക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, നിങ്ങൾ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു, അതല്ലാതെയും ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഒരാൾക്ക് ചില ആൾക്ക് പണമില്ല, സ്വതക്ക കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ ദിക്ർ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഒരു അസറിൽ അത് കാണാം, രാത്രി നിസ്കരിക്കാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്, സ്വതക്ക കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല, ജിഹാദിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല, അവന് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറുണ്ട്. അപ്പോ അതൊക്കെ എന്താണ്, ആ അമലുകൾക്ക് പകരം നിൽക്കാനുള്ള കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. 53 52 أن ذكر الله عز وجل من أكبر العون على طاعته فإنه يحببها إلى العبد ويسهلها عليه ويلذذها له ويجعل قرة عينه فيها. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിനെ താഅത്ത് ചെയ്യാൻ ഏറ്റവും സഹായകമേകുന്ന കാര്യവും, അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാക്കുന്നതും നമുക്കതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നതും അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവുമ്പോഴാണ്. അള്ളാഹുവിനെ എത്രത്തോളമാണ് ഓർക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് എളുപ്പമാകും, അത് നമുക്ക് ഏറ്റവും ആസ്വദിക്കാൻ സാധിക്കും, അത് നമ്മുടെ കൺകുളിർമയായി മാറും. അപ്പൊ നമ്മളെന്നെ ആലോചിച്ചാൽ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ്, അതിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിനെ നല്ല ദിക്റോടുകൂടി നിസ്കരിക്കാൻ സാധിച്ചു ഓർത്തുകൊണ്ട്. ഓർക്കാതെ നിസ്കരിക്കാൻ സാധിക്കും. ഏതാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്, ഏറ്റവും ആസ്വാദനം നൽകുന്നത്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളതാണ്. ഏതൊരു കർമ്മത്തിലും അതിന് സഹായകമാകുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. 53 അന്ന ദിക്റല്ലാഹി അസ്സ വജൽ യുദ്ഹിബു അനിൽ ഖൽബി മഖാവഫഹു കുല്ലഹാ വയുഅ്മിനുഹു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളത് ഖൽബിൽ മറ്റുള്ള ഭയപ്പാടുകളെ ഇല്ലാതാക്കുകയും അവന് നിർഭയത്വം നൽകുന്ന അവസ്ഥയും ഉണ്ടാകും. അതായത് ചില ആളുകൾക്ക് ഭയങ്കര പേടി കയറും, ടെൻഷന്റെ ഭാഗമായിട്ട് വെറുതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് പേടി വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി എപ്പോഴും നിർഭയത്വമുള്ള ഒരു അവസ്ഥയിൽ ഒരാളുടെ ഖൽബിനെ ആക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. 54 അന്ന ദിക്റ യുഅതി അദ്ദാകിറ ഖുവ്വതൻ ഹത്താ ഇന്നഹു ലയഫ്അലു മഅ അദ്ദിക്രി മാ ലം യുതീഖു ഫിഅലഹു ബിദൂനിഹി. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾക്ക് ആ ഓർക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുവ്വത്ത് നൽകും. അതായത് ആ ദിക്ർ ഇല്ലാത്ത സമയത്ത്
അവന് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും, പല ഇബാദത്തുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവന് ആ ദിക്റുള്ള സമയത്ത്, അവന് ദിക്ർ നിലനിൽക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് അത് ചെയ്യാൻ അവന് സാധിക്കും. അത് അറിയപ്പെട്ടൊരു കാര്യമായിരിക്കും. നമുക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന, അള്ളാഹുവിന്റെ ദിക്ർ നമ്മളിൽ വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇബാദത്തുകൾ എളുപ്പമാവും. രാത്രി നിസ്കാരം എളുപ്പമാവും, നോമ്പുകൾ എളുപ്പമാവും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമായി തീരുന്ന നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ദിക്ർ നമ്മൾ ഗഫലത്തിലാകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായി തീരും. അതൊരിക്കലും ശരീരത്തിന്റെ ശക്തി കൊണ്ടല്ല, അത് ഖൽബിന് ഈ ദിക്ർ കൊണ്ട് ലഭിക്കുന്ന ശക്തി കൊണ്ടാണ്. അപ്പോൾ ദിക്റുള്ള സമയത്ത് പ്രത്യേകം ചില അമലുകൾക്ക് അവന് ത്വാഖത്ത് ലഭിക്കും. അത് ഇബാദത്തുകൾ മാത്രമല്ല കേട്ടോ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കും ആ ത്വാഖത്ത് ലഭിക്കും. 55 അന്ന الذاكرين الله كثيرا هم السابقون من بين عمال الآخرة. നാളെ പരലോകത്ത് കർമ്മങ്ങൾ കൊണ്ട് മുന്നിടുന്ന ആളുകളിൽ ഏറ്റവും മുന്നിട്ടിട്ടുള്ള ആളുകൾ ആരാണ്? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാണ്. സബഖൽ മുതഫജ്ജിദൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവർ മുന്നിട്ടു. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാണ്. പരലോകത്ത് മുന്നിടുന്ന ആളുകൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ്. 56 അന്ന الذِّكْرَ سَبَبٌ لِتَصْدِيقِ الرَّبِّ عَزَّ وَجَلَّ عَبْدَهُ وَمَنْ صَدَقَهُ اللَّهُ تَعَالَى رُجِيَ لَهُ أَنْ يَحْشُرَ مَعَ الصَّادِقِينَ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അള്ളാഹു ഒരു അടിമയെ സത്യപ്പെടുത്താൻ കാരണമാകും. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അള്ളാഹു സത്യപ്പെടുത്തും, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സത്യപ്പെടുത്തും, ഓരോന്ന് പറയുമ്പോഴും അള്ളാഹു അവനെ സത്യപ്പെടുത്തും. അങ്ങനെ അള്ളാഹു ഒരു അടിമയെ സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, നീ പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹു അവനെ നാളെ ഒരുമിച്ച് കൂട്ടുക സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അപ്പൊ എത്രത്തോളം ദിക്ർ വർദ്ധിപ്പിക്കുന്നുവോ അത് സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അത് കാരണമാകും. 57 അന്ന ദൗറൽ ജന്നതി തബ്നി ബിദ്ദിക്ർ ഫഇദാ അംസക الذാകിർ അൻ الذിക്ർ അംസകത്തിൽ മലായികതു അനിൽ ബിനാ. അതായത് സ്വർഗത്തിലുള്ള അവന്റെ ഭവനങ്ങളും അവന്റെ തോട്ടവുമെല്ലാം അവൻ എത്രത്തോളം ഇവിടെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നു അതിന് അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെടുന്നത്. നമ്മളിവിടെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്താണ്, അവിടെ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി അവിടെ നട്ടിട്ടുണ്ടാകും. എത്ര സുബ്ഹാനല്ലാഹ് പറയുന്നു, എത്ര ദിക്റുകൾ പറയുന്നു, അതിനനുസരിച്ച് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ, കൊട്ടാരങ്ങൾ, മണിമാളികൾ, ഇതെല്ലാം ദിക്ർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവിടെ നിർമ്മിക്കപ്പെടും. അപ്പോൾ ഒരാൾ ദിക്ർ നിർത്തുന്ന സമയത്ത്, ദിക്ർ ഇല്ലാത്ത സമയത്ത്, ചെയ്യാത്ത സമയത്ത് ആ നിർമ്മാണവും അവിടെ നിന്നുപോകും. 58 കാര്യം അന്ന الذِّكْرَ سَدٌّ بَيْنَ الْعَبْدِ وَبَيْنَ جَهَنَّمَ. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു തടസ്സമായി കൊണ്ട് മാറുന്നതാണ്. കാരണം ഈ പറഞ്ഞൊക്കെ വെച്ച് നോക്കിയാൽ മതി, ദിക്റുള്ളവന് സ്വർഗപ്രവേശനം എളുപ്പമാവും, നരകത്തിൽ നിന്ന് തടസ്സമാകും. 59 അന്ന ദിക്റല്ലാഹി അസ്സ വജൽ യസ്ഹുലു الصعب وييسر العسير ويخفف المشاق. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാക്കുന്നതും ഞെരുക്കം എളുപ്പമാക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുന്ന കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ ബുദ്ധിമുട്ടും ഞെരുക്കവുമായിട്ട് നമ്മുടെ മുൻപിൽ ദുനിയവി ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഞെരുക്കവും ബുദ്ധിമുട്ടായിട്ടുള്ളതുണ്ടോ, അല്ലെങ്കിൽ ബാക്കി ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എളുപ്പമാകാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കാരണമാകും. 60 അന്നൽ മലായികത തസ്തഗ്ഫിറു ലിദ്ദാകിരി കമാ തസ്തഗ്ഫിറു ലിത്തായിബ്. മലക്കുകൾ അള്ളാഹുവിനെ ഓർക്കുന്ന അടിമകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. ഏതുപോലെ തൗബ ചെയ്ത് മടങ്ങുന്ന അടിമകൾക്ക് ഇസ്തിഗ്ഫാർ തേടുന്നത് പോലെ. ഹമലത്തുൽ അർഷിനെ ചുമക്കുന്ന മലക്കുകൾ ദുആ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്കാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ എത്രത്തോളം ഒരാൾ ഓർക്കുന്നുവോ അവർക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. 61 അന്നൽ ജിബാല വൽ ഖഫാറ തതബാഹി വതസ്തബ്ശിറു ബിമൻ യദ്കുറുല്ലാഹ അസ്സ വജൽ അലൈഹ. പർവ്വതങ്ങളും വിജനമായ പ്രദേശങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരെ അവിടെ ഒരാൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അവർ പെരുമ കൊള്ളുന്നതും അവർ സന്തോഷിക്കുന്നതുമാണ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരു പർവ്വതത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു വിജയമായ പ്രദേശത്തോ, കാരണം ഭൂമിയിൽ ഏത് സ്ഥലത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിലും അവർ ആ സ്ഥലം, പർവ്വതം ആരും ഇല്ലാത്ത സ്ഥലം അല്ലെങ്കിൽ വിജനമായ പ്രദേശങ്ങൾ, അവിടെയൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നവരുണ്ടെങ്കിൽ ആ പർവ്വതങ്ങളും തന്നെ അതുകൊണ്ട് എന്റെ മേലെ കൊണ്ട് ദിക്ർ നടത്തി അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചു എന്നതിൽ പെരുമ കൊള്ളും.
62-ാമത്തെ അന്ന കസ്റത്ത് ദിക്രില്ലാഹി അസ്സ വജൽ അമാനും മിനൻ നിഫാഖ്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത് നിഫാഖിൽ നിന്നുള്ള സംരക്ഷണമാണ്. കാരണം മുനാഫിഖീങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി എന്ത് ചെയ്യില്ല, ഓർക്കില്ല. അള്ളാഹുവിനെ ധാരാളമായി മുനാഫിഖുകൾ ഓർക്കില്ല. ഇപ്പോൾ ഖവാരിജികൾ മുനാഫിഖുകൾ പെട്ടതാണോ എന്ന് ചോദിച്ച സമയത്ത് അലി റളിയല്ലാഹു അൻഹു ആണെന്നൊരു ഓർമ്മ ഒരു സാഹിബ് പറഞ്ഞു, അല്ല, അങ്ങനെ ആവില്ല. കാരണം മുനാഫിഖുകൾ അള്ളാഹിനെ എന്ത് ചെയ്യില്ല, അധികം ഓർക്കൂല. ഖവാരിജികൾ അള്ളാഹിനെ ധാരാളം എന്ത് ചെയ്യുന്നവരാണ്, ഓർക്കുന്ന ആളുകളാണ്. അവർ പഴച്ചത് ശുഭത്തിൽ അഖീദയിൽ വലിയ പഴവാണ്ടായത്. അവർ ദീനെ മനസ്സിലാക്കുന്നതിലാണ് പഴച്ചത്. പക്ഷെ അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ മുനാഫിഖീങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയില്ല. അപ്പൊ നിഫാഖിന്റെ രക്ഷയ്ക്ക് അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ സഹായകമാകും. 63-ാമത്തെ അന്ന ലിദ്ദിക്രി ലദ്ദത്തുൻ അദീമത്തുൻ മിൻ ബൈനി ലഅമാലി വസ്സാലിഹ ലാ തുശബ്ബിഹുഹാ ലദ്ദത്തൻ. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ ബാക്കിയാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ മറ്റുള്ള അമലുകൾക്കൊന്നും ലഭിക്കാത്ത വളരെ മഹത്തായ ഒരു ആസ്വാദനം അതിനുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ മറ്റുള്ള അമലുകൾക്കിനോടൊന്നും സാമ്യതപ്പെടുത്താൻ, തുല്യതപ്പെടുത്താൻ പറ്റാത്ത ഒരു ആസ്വാദനം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ലഭിക്കും. 64-ാമത്തേത് അന്ന ഫീ ദവാമി ദിക്രി ഫി ത്വരീഖ് വൽ ബൈത്ത് വൽ ബഖാ തക്തീറൻ ലിശുഹൂദിൽ അബ്ദി യൗമൽ ഖിയാമ ഫഇന്നൽ അർള തശ്ഹദു ലിദ്ദാകിരി യൗമൽ ഖിയാമ. ഒരാൾ അവന്റെ നടന്നു പോകുന്ന വഴികളിൽ, അവന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെല്ലാം പ്രദേശങ്ങളിൽ വെച്ചിട്ട് അധികമായി അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് ഈ ഭൂമി അവനതിന് സാക്ഷ്യം വഹിക്കും. അവന്റെ വഴിയും അവന്റെ വീടും അവന്റെ സ്ഥലങ്ങളുമെല്ലാം ഇവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരുന്നു ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് എന്ന് സാക്ഷ്യം വഹിക്കാൻ ഈ കാര്യങ്ങൾ ഉണ്ടാകും. ഭൂമി നാളെ സാക്ഷ്യം വഹിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കിതാബിൽ 64 പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോയതല്ല. അതിന്റെ കീഴിൽ ഓരോന്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിനുള്ള ദലീലുകൾ എന്താണ്, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് സഹാബിയുടെ അസറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും ദിക്ർ വർദ്ധിപ്പിക്കാൻ ഒരു പ്രോത്സാഹനമേകാനുമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് ആ കിതാബ് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധാരാളമായി ഓർക്കുന്ന അവന്റെ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.